ഞാൻ ദാനിരച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. വെളിപാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഒരു ദിവസം കൂടി പ്രാർത്ഥനാപൂർവം സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് പഠനഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണുകയോ കേൾക്കുകയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിലെ സംഭവങ്ങൾ മിക്കവാറും ഉള്ളതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചയ്ക്കോ കേൾവിക്കോ ചിന്തയ്ക്കോ അപ്പുറമുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്. കാരണം അവ സംസാരിക്കുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടും കേട്ടിട്ടും പരിചയിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഒരു നിർദ്ദേശമായി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ഓർത്ത ഒരു കാര്യം, ആദ്യം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന സംഭവങ്ങളെ മനസ്സിൽ നന്നായി പതിപ്പിക്കണം. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ എന്താണ്, 2-ാം അധ്യായത്തിൽ എന്താണ്, 3-ാം അധ്യായത്തിൽ എന്താണ്. ഒരു ഉദാഹരണത്തിന് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സിംഹാസനസ്ഥൻ, പളുങ്ക് കടൽ, ദീപപീഠം, ശ്രേഷ്ഠന്മാർ, 4 ജീവികൾ, ഇങ്ങനെ അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ നമ്മുടെ ഭാവനയിൽ കണ്ട് ഈ രംഗങ്ങൾ മനസ്സിൽ നന്നായി പതിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. പിന്നീടാണ് അവ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ആദ്യമൊന്ന് ചെയ്താൽ നിങ്ങൾക്കത് കുറേ കൂടി മനസ്സിലാക്കുന്നതിന് സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആദ്യമുണ്ടായിരുന്ന ഒരു സങ്കടം പലരുടെയും ഉള്ളിൽ നിന്ന് മാറി വരുന്ന ഒരു അനുഭവം കേൾക്കാനിടയാവുന്നുണ്ട്. ആദ്യമൊക്കെ ഇത് മനസ്സിലാക്കാൻ വളരെ ക്ലേശകരമാണ് എന്ന് സങ്കടപ്പെട്ടിരുന്ന പല ആളുകളും മുന്നോട്ട് പോകുന്തോറും ഞങ്ങൾക്ക് ഇത് മനസ്സിലായി വരുന്നു എന്ന് സന്തോഷത്തോടെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ദൈവം ഓരോ ദിവസം കഴിയും തോറും തുറന്നു തരുന്നു എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ശ്രദ്ധാപൂർവം ഈ ഗ്രന്ഥം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കാതിരുന്ന ഒരു ഗ്രഹണശേഷി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നറിയുന്നതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് കാണുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളുടെ വിശദീകരണമാണ്. 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഓരോ വാക്യമായി മനസ്സിലാക്കി പോകാം. വിശുദ്ധരുടെ പ്രതിഫലം. ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. പശ്ചാത്തലം എന്താണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. 9-ാമത്തെ വാക്യം മുതൽ വെളിപ്പെടുത്തുന്നത് സംഭവിക്കാൻ പോകുന്നതായി നേരത്തെ വിവരിക്കപ്പെട്ട കുറേയധികം പീഡനങ്ങളുണ്ടല്ലോ. ആ പീഡനങ്ങളെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത പരീക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്താൽ ഒരു മുദ്ര ചാർത്തപ്പെട്ടിരുന്നു. അതായത് നേരത്തെ ഇനിയും സംഭവിക്കുമെന്ന് പറഞ്ഞ് വിവരിക്കപ്പെട്ട പീഡനങ്ങളെ അതിജീവിക്കാൻ പരീക്ഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ദൈവത്താൽ ഒരു സംരക്ഷണ മുദ്ര സ്വീകരിച്ചിരുന്നല്ലോ. ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത, അല്ലെങ്കിൽ മുദ്രയിട്ട് സംരക്ഷിക്കപ്പെട്ട ജനത, ഈ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയം വരിച്ചതിന് ശേഷം ഉള്ള ഒരു ചിത്രമാണ് 9-ാമത്തെ വാക്യം മുതൽ വിവരിക്കുന്നത്. മഹാപരീക്ഷകളെ അതിജീവിച്ച് കഴിഞ്ഞ ഒരു ജനതയുടെ ചിത്രം. മഹാപീഡനത്തിനും
ഞെരുക്കത്തിനും ശേഷം അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കുഞ്ഞാടിനോടൊപ്പം സമ്മേളിക്കുകയാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടമാണത്. അവർ യഹൂദർ മാത്രമല്ല, സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ള ജനങ്ങളാണ് അവർ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:4-ലും 22:17-ലും ഞാൻ ഈ വാക്യങ്ങൾ വായിക്കാം. അബ്രാഹത്തിന് നൽകപ്പെട്ട ചില വാഗ്ദാനങ്ങളുണ്ട്. ഉൽപ്പത്തി 12:3 നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 17:4 ഇങ്ങനെയാണ്, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. 22:17 ഇങ്ങനെയാണ് ഉൽപ്പത്തി, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും, ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. ഇങ്ങനെ അബ്രാഹത്തിന് 12-ലും 17-ലും 22-ലും നൽകപ്പെട്ട വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അനേകം ജനതകളുടെ പിതാവായി മാറുന്ന ഈ മനുഷ്യൻ ഭൂമുഖത്തെ വംശങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിന് കാരണമാവുകയാണ്. എല്ലാ വംശങ്ങളുടെയും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട് സന്തതികൾ കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും വർദ്ധിക്കുകയാണ്. അങ്ങനെ അബ്രഹാമിന് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം എന്നതുപോലെ എല്ലാ ജനതകളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും നിന്നുള്ള ജനത കുഞ്ഞാടിനോടൊപ്പം സമ്മേളിക്കുകയാണ്. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുകയാണ്. വെള്ളവസ്ത്രം അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നു. കുരുത്തോല നമുക്ക് ഓർമ്മയുണ്ട്, ഓശാന തിരുനാളിൽ ജനം രക്ഷകനെ വരവേറ്റ ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ രക്ഷ അനുഭവിച്ച ജനതയുടെ നന്ദി പ്രകാശനത്തിൻ്റെ അടയാളങ്ങളായി കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെപ്പോഴും ഇത് സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ടവൻ്റെ നന്ദി പ്രകാശനമാണ് നമ്മുടെ എല്ലാ ആരാധനകളും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ചെറിയ ചെറിയ ഭൗതിക അനുഗ്രഹങ്ങളൊന്നും പറഞ്ഞ് നന്ദി പറയുന്നതിന് പകരം നമ്മൾ നമുക്ക് ദൈവം തന്ന രക്ഷയെ, ആ രക്ഷയുടെ വിശദാംശങ്ങളെ ഓരോന്നോർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു രീതി ക്രൈസ്തവ അപ്പസ്തോലിക ആരാധനകളിൽ ഉള്ളത്. അതിന് കൃത്യമായ ഒരു ബൈബിൾ അടിത്തറയുണ്ട്. ആരാധന എപ്പോഴും രക്ഷിക്കപ്പെട്ട ജനത ദൈവം തന്ന രക്ഷയെ ഓർത്ത് ദൈവത്തിന് മഹത്വവും നന്ദിയും പുകഴ്ചയും കരയേറ്റുന്ന ഒരു കർമ്മം ആണ്. ഇവിടെ വിജയം വരിച്ചു നിൽക്കുന്ന ഈ ജനത നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന രംഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇന്ന് നമുക്ക് ക്ലേശങ്ങൾ ഉണ്ട്. ഇന്ന് വലിയ മാനസിക വ്യഥകളും ഞെരുക്കങ്ങളും അനുദിന വ്യാവഹാരിക ജീവിതത്തിലെ ക്ലേശങ്ങളും നമ്മളെ അലട്ടുന്നുണ്ട്. എന്നാൽ ഒടുവിലത്തെ രംഗം ഇതാണ്. വിജയശ്രീലാളിതരായി ശുഭ്രവസ്ത്രം വെള്ളവസ്ത്രം ധരിച്ച് കുരുത്തോലകളും പിടിച്ച് സിംഹാസനസ്ഥൻ്റെ മുൻപിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന വിജയ സഭ, വിജയിക്കപ്പെട്ട ഒരു ജനത. നമ്മുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഈ വ്യക്തതയാണ് നമ്മുടെ ഈ യാത്രയെ മനോഹരമാക്കുന്നത്. ഈ യാത്രയിലെ ക്ലേശങ്ങളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമുക്കൊടുവിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചയുടെ തെളിച്ചമാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ ഒരു ഉന്മാദിയെപ്പോലെ വിളിച്ചു പറഞ്ഞത് റോമർ 8:18 നമുക്ക് വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. വാക്യം 11, ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും
ആധിപത്യവും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ ജനത്തിൻ്റെ, രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ കൃതജ്ഞതയാണ് ആരാധന എന്ന് പറഞ്ഞല്ലോ. ഈ ആരാധനയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇവർ വന്നത് എവിടെ നിന്നാണ് എന്ന ആ കാര്യത്തെക്കുറിച്ച് ചില സൂചനകൾ കൂടി നൽകേണ്ടതുണ്ട്. ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. അതിനെക്കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ, 13-ാം വാക്യത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? യോഹന്നാനോട് 12 ശ്രേഷ്ഠന്മാരിൽ ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ മറുപടി, പ്രഭു, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ശ്രേഷ്ഠൻ യോഹന്നാന് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നീ കാണുന്ന ഈ ജനമാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാഞെരുക്കം. ഇവരാണ് മഹാഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് എന്താണ് ഈ മഹാഞെരുക്കം അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന ഒരാശയം സൂചിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രവചിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് എന്താണ് എന്ന് നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ 12:1. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. കേട്ടായിരുന്നോ? ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ദാനിയേൽ 12:1 വിവരിച്ച ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, ഇത് ജനത കടന്നു പോകേണ്ട ഒരു വലിയ ഞെരുക്കമാണ്. ദാനിയേൽ ഇത് പ്രവചിക്കുന്നത് യുഗാന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനല്ല, മറിച്ച് ദാനിയേലിൻ്റെ ഇമ്മീഡിയറ്റ് റെഫറൻസ്, അദ്ദേഹം പെട്ടെന്ന് അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ ജനനത്തിന് മുൻപ് ഇസ്രായേലിൻ്റെ മേൽ വന്ന ഒരു വലിയ കഷ്ടതയെ സൂചിപ്പിക്കാനാണ്. അത് അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന രാജാവിൻ്റെ കീഴിൽ യഹൂദർ അനുഭവിക്കേണ്ടി വന്ന മതപീഡനങ്ങളെയും ഞെരുക്കങ്ങളെയും ഓർമ്മിപ്പിക്കാനും ദ്യോതിപ്പിക്കാനുമാണ് ദാനിയേൽ 12:1 ഈ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള കഷ്ടത എന്ന പരാമർശം നടത്തുന്നത്. എന്നാൽ നമുക്കറിയാം, ബൈബിളിലെ ഒരു പ്രവചനവും ഒരു കാര്യത്തെ മാത്രം സൂചിപ്പിക്കുന്നതാവില്ല. അതിന് നാളുകൾക്ക് വേണ്ടി കരുതി വെക്കപ്പെട്ട അർത്ഥങ്ങളും ഉണ്ടാകും. ഭാവിയെ സംബന്ധിക്കുന്ന സൂചനകളും ബൈബിളിലെ പ്രവചനങ്ങളിലുണ്ട്. ദാനിയേൽ മഹാഞെരുക്കമെന്ന് സൂചിപ്പിച്ചത് അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിലുള്ള മതപീഡനത്തെ ആയിരുന്നെങ്കിലും പിന്നീട് വന്ന പ്രവാചകന്മാർ, പ്രത്യേകിച്ച് ദൈവപുത്രനായ ഈശോയും അതുപോലെ തന്നെ ആദിമസഭയും ആ പരാമർശത്തെ സഭ അതിൻ്റെ അന്തിമ നാളുകളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു ഞെരുക്കവുമായി ബന്ധപ്പെട്ട പ്രവചനമായും എടുത്തിട്ടുണ്ട്. അന്തിയോക്കസ് എപ്പോഴും എതിർ ക്രിസ്തുവിൻ്റെ ഒരു ബൈബിൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതായത് അന്തിയോക്കസിനെ എതിർ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയായി, നിഴലായി, ഷാഡോയായി, ഒരു ടൈപ്പായി ബൈബിൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ദാനിയേൽ പ്രവചിക്കുന്ന പ്രവചനം യുഗാന്ത്യത്തിൽ സഭ കടന്നു പോകേണ്ടി വരുന്ന ഒരു ഞെരുക്കത്തിൻ്റെ അടയാളമായും വായിച്ചെടുക്കുന്ന ഒരു പതിവ് ബൈബിളിലുണ്ട്. ഈശോ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്. മത്തായി 24:21 അതിങ്ങനെയാണ്: എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം, ഗ്രേറ്റ് ട്രിബുലേഷൻ അന്നുണ്ടാകും. ഉഗ്രപീഡനം. അപ്പം നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവ് സൂചിപ്പിച്ചത് എന്തിനെയാണ്? ആദ്യമായി കർത്താവ് സൂചിപ്പിച്ചത് AD 70 സംഭവിക്കാൻ പോകുന്ന ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ്. ജെറുസലേം നഗരം റോമാക്കാർ അതിക്രമിച്ച് കയറി നശിപ്പിക്കുന്നതും ദേവാലയം നശിപ്പിക്കുന്നതുമൊക്കെയാണ് ഈശോയുടെ മുമ്പിലെ ഇമ്മീഡിയറ്റ് റെഫറൻസ്. എന്നാൽ അവിടെ തന്നെ മത്തായിയിൽ ജെറുസലേമിൻ്റെ പതനവും
യുഗാന്ത്യവും സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ ഇടകലർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ജെറുസലേമിന് സംഭവിക്കും എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളുടെ വിവരണവും യുഗാന്ത്യത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ അതേ വിവരണം തന്നെയാണ്. അല്ലെങ്കിൽ ജെറുസലേമിന് സംഭവിച്ചത് തന്നെയാണ് യുഗാന്ത്യത്തിലും ദൈവത്തെ തള്ളിപ്പറയുന്ന ജനതയ്ക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞ ഈ പ്രവചനത്തിലും ഉഗ്രപീഡനത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC 675 ഖണ്ഡികയിൽ 675 സഭ പറയുകയാണ്, ദ ചർച്ച് മസ്റ്റ് പാസ് ത്രൂ എ ഫൈനൽ ട്രയൽ ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യ പൂർത്തീകരണത്തിന് മുൻപ്, ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസന്നമാകുന്നതിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ ഇത്രയും നേരം സൂചിപ്പിച്ചത് എന്താണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, എന്താണ് മഹോപദ്രവം, എന്താണ് മഹാഞെരുക്കം എന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ്. യോഹന്നാനോട് ശ്രേഷ്ഠന്മാരിൽ ഒരാൾ പറയുകയാണ്, ഈ ആളുകൾ ആരാണെന്ന് നിനക്കറിയാമോ? അറിയില്ല എന്ന് യോഹന്നാൻ മറുപടി പറയുമ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ പറയുകയാണ്, ഇവരാണ് വലിയ ഞെരുക്കത്തെ, ഗ്രേറ്റ് ട്രിബുലേഷനെ അതിജീവിച്ച് വന്നവർ. അവരുടെ പ്രത്യേകത, അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. അതായത് യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷയെ ഹൃദയത്തിൻ്റെ സത്യസന്ധതയിൽ സ്വീകരിച്ചവർ മാത്രമാണ് ഈ ഞെരുക്കത്തെ അതിജീവിക്കുന്നവർ. വാക്യം 15, അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ആരാണ് ഈ മനുഷ്യർ എന്ന ശ്രേഷ്ഠൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം പറയുകയാണ്. ഒന്നാമതായി, ഇവർ മഹാഞെരുക്കത്തെ അതിജീവിച്ച് വന്നവരാണ്. രണ്ടാമതായി, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം? ഒന്നാമത്തേത്, ദൈവത്തിരുമുമ്പാകെ നിന്ന് ദൈവത്തെ രാപകൽ ആരാധിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള യോഗ്യത. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നതിനുള്ള യോഗ്യത. മൂന്നാമത്തേത്, ഒരിക്കലും അവരെ വിട്ടുപിരിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, വെയിലോ ചൂടോ ബാധിക്കില്ല എന്നൊക്കെ പറയുന്നത് ഉപമയായി വേണം വായിച്ചെടുക്കാൻ. നിരന്തരമായ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ആ സ്വച്ഛ ശീതളമായ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നിത്യത. നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതും ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക വാസത്തിന് ശേഷം നിത്യതയിൽ ലഭിക്കാവുന്നതുമായ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ സ്രഷ്ടാവും രാജാവും പിതാവുമായ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയിരിക്കുന്നു, അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന അനുഗ്രഹമാണ്. അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ കൂടെ നിൽക്കാനുമുള്ള അവകാശമാണ് ഒരു മനുഷ്യാത്മാവിന് ഈ ലോകത്ത്, ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ബാക്കി എല്ലാ നേട്ടങ്ങളും ഇല്ലാതാവും, തിരോഭവിക്കും, മാഞ്ഞ് മറഞ്ഞ് ഇല്ലാതാവും. നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആകാശവും ഭൂമിയും മാറി മറിയുന്ന, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം തിരോഭവിക്കുന്ന, കൺമുമ്പിലെ മായിക ഭാവങ്ങളെല്ലാം മാഞ്ഞു മറയുന്ന, മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ച, ജീവിതത്തിലെ സന്തോഷം നൽകുമെന്ന് അവൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ആ നേരത്തും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനവും കുഞ്ഞാടും അവൻ്റെ രക്തത്താൽ കഴുകി തങ്ങളുടെ വസ്ത്രങ്ങളെ വെളുപ്പിച്ചവരും മാത്രമായിരിക്കും. നിലനിൽക്കുന്ന ഈ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ഇനിയും നമ്മുടെ ജീവിതം സന്നദ്ധമല്ലെങ്കിൽ വീണ്ടും ഈ ദിവസം ദൈവത്തിൻ്റെ ക്ഷണം നമ്മുടെ പടിവാതിലുകളിൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ പാദപതനമായി കടന്നെത്തുകയാണ്. നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ആ രക്ഷ സ്വീകരിക്കാൻ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പല ഇടങ്ങളിലിരുന്ന് പല യാത്രകളിൽ ഒക്കെയാണ് ഞാനിത് നിങ്ങളോട്
സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്നതിൽ അധികം ഞാനതിനെ കാണുന്നത് വ്യക്തിപരമായ എൻ്റെ പഠനത്തിനുള്ള ഒരവസരമായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രകാരം വചനം പഠിക്കാൻ ഒരവസരം തയ്യാറാക്കി തന്നത്, എൻ്റെ കൂടെ പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ യാത്രയിലെ സന്തോഷമാണ്. അതെന്നെ വളരെയധികം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനാക്കി മാറ്റുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളിത് കേൾക്കുമ്പോൾ, ഗൗരവമായിരുന്ന് പഠിക്കുമ്പോൾ, ഈ പാഠങ്ങൾ അവസാനിക്കും മുമ്പ് ഒരു നിമിഷം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നല്ല അനുഗ്രഹീതമായ ദിവസങ്ങളുണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങളെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.